ഹായ് നമസ്കാരം, KK വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് വോയിസ് ഓവറിന് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ, അപ്പോൾ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ അവധി ദിവസമായി ഒന്ന് എൻ്റെ സുഹൃത്ത് ഷമീർ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ കൽബയിൽ ഒരു ചെറിയ വർക്കിന് വേണ്ടി പോകുന്നുണ്ട്, നീ പോരുന്നു എന്ന്. കൽബയിലെ കണ്ടൽക്കാടുകൾ കാണണമെന്ന് എൻ്റെ കുറേ ദിവസങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ഞാൻ കൽബിലേക്ക് യാത്ര തുടങ്ങി. കോർ കൽബ മാംഗ്രോ സെൻറ്ററിലേക്കാണ് ഇന്നത്തെ യാത്ര. ഷാർജയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയാണ് കൽബ. അതിമനോഹരമായ ഒരുപാട് മലനിരകളൊക്കെ കടന്ന് ഫുജേറ കഴിഞ്ഞാണ് കൽബ. ഫുജേറ കഴിഞ്ഞ് ഷാർജയുടെ തന്നെ ഒരു പ്രദേശമാണ് കൽബ. ഒമാൻ ബോർഡിന് അടുത്താട്ടോ കൽബ സ്ഥിതി ചെയ്യുന്നത്. ഉച്ചയ്ക്ക് കൽബയിലെത്തി ഞാൻ ഭക്ഷണം കഴിഞ്ഞ് 2:30 കോർ കൽബ മാംഗ്രോ സെൻറ്ററിൻ്റെ കവാടത്തിലെത്തി. ഷമീർ എന്നെ ഇറക്കി വിട്ട് അവൻ്റെ വർക്കിനായി പോയി. 15 ദിർഹത്തിന് ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കയറി. അകത്തുള്ള കാഴ്ചകൾ വളരെ മനോഹരം തന്നെ കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ പുറകിലാണ് ഈ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു കൊച്ചു വണ്ടി ഉള്ളത്. അതിനടുത്തേക്ക് പോകുമ്പോഴാണ് പുറകിൽ ഞാനൊരു പുഴ കണ്ടത്. നമ്മുടെ നാട്ടിൽ ഭാരത് പുഴയൊക്കെയല്ലേ, പട്ടാമ്പി ഭാരത് പുഴ പാലമൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എൻ്റെ നാട് പെട്ടെന്ന് ഓർമ്മ, നാട്ടിലെ ഒരു പുഴയും അതിന് കുറുകെയുള്ള ഒരു പാലമൊക്കെ ഉണ്ട്. അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി ഞാൻ തിരിച്ച് കൊച്ചു വണ്ടിയിലേക്ക് കയറി. അങ്ങനെ കൊച്ചു വണ്ടിയിൽ കോർ കൽബ മാംഗ്രോ സെൻറ്ററിൻ്റെ കവാടത്തിലെത്തി. ഇവിടുത്തെ ദൃശ്യങ്ങൾ അതിമനോഹരമാണ് കേട്ടോ. അത് ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് തന്നെ കടലിനടിയിലെ
സമയമായതുകൊണ്ട് ഞാൻ കയ്യിൽ വെള്ളമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആകെ ടയേർഡാണ്. അപ്പോൾ കണ്ടൽക്കാടിന് ഉള്ളിലോട്ട് പോയി എങ്ങനെ എത്ര നേരം അവിടെ സമയമാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇതിൽ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കാം. എന്തായാലും ഈ ഒറ്റയ്ക്ക് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവുകയാണ്. കയ്യിൽ വെള്ളമൊന്നുമില്ല, ആകെ ടയേർഡാണ്. പക്ഷേ ഈ ബ്രിഡ്ജിലൂടെ നടന്നു പോകുമ്പോൾ വളരെ വേറൊരു മൂഡാണ്. എന്തായാലും